ഹലോ എവ്രി വൺ, എൻലൈറ്റൻ ആൻഡ് ചാറ്റഡ് ടാരോ മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന വിഷയം നിങ്ങളുടെ ചക്ര എന്താണ് പറയുന്നത്. പ്രേക്ഷകരുടെ ചക്ര എന്ത് കാര്യമാണ് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വെദർ അവർ ബാലൻസ്ഡ് ആണോ, ഇംബാലൻസ്ഡ് ആണോ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ. നമുക്കത് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഡെയിലി ഷോർട്സ് ഞാൻ ചാനലിൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കൈൻഡ്ലി അത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ സ്വിച്ച് വേർഡ്സ്, പല വിഷമങ്ങൾക്കുള്ള സ്വിച്ച് വേർഡ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെയും ചെന്ന് പ്ലേലിസ്റ്റ് കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ, എവിടെ ഞാൻ ഡെയിലി മെസ്സേജസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻഫാക്ട് ഷോർട്സും അവിടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇഫ് ഡെയിലി മെസ്സേജസ് അന്നന്നത്തെ ദിവസം എങ്ങനെയാണ് എന്നറിയാൻ താല്പര്യമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ആ ഒരു ചാനലിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് ഞാൻ അവൈലബിൾ ചെയ്തിട്ടുണ്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം, എൻ്റെ ചാനലിൽ പോവാം, വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ റീഡിങ്. 2 പയൽസ് ആയിരിക്കും ഞാൻ നോക്കുന്നത്. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ ഏതൊക്കെ പയൽ ആണ്. ഗ്രൂപ്പ് 1, ക്വീൻ ഓഫ് കപ്സ്. ക്വീൻ ഓഫ് കപ്സ് ആണ് ആദ്യത്തെ ഗ്രൂപ്പ്. ത്രീ ഓഫ് സ്വോർഡ്സ് ആണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, നമുക്ക് റീഡിംഗ് തുടങ്ങാം. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ക്വീൻ ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് തിരിച്ചു വെക്കുകയാണ്. ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട്. ഫസ്റ്റ് ചക്ര റീഡിംഗ്. ലെറ്റ്സ് സീ ഏത് ചക്രയാണ് വരാൻ ആഗ്രഹിക്കുന്നത്. ഗ്രൂപ്പ് 1 ക്വീൻ ഓഫ് കപ്സ് സെലക്ട് ചെയ്തത്. ക്ലാരിറ്റി ആണ് വരുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ട്രൂത്ത്, inner child, balance. മേളത്തെ 3 ചക്ര, ദാറ്റ് ഇസ് നിങ്ങളുടെ ഹാർട്ട്, ത്രോട്ട്, തേർഡ് ഐ ആൻഡ് ക്രൗൺ. ഓക്കെ, ബാലൻസ് ആക്ച്വലി റൂട്ട് ചക്ര ആണ് കാണിച്ചിരിക്കുന്നെങ്കിലും ഓക്കെ, ഇവിടെ എനിക്ക് ബാലൻസ് നിങ്ങളുടെ മേളത്തെ 4 ചക്ര, ദാറ്റ് ഈസ് 3 ചക്ര എന്ന് ഞാൻ പറഞ്ഞത് ഹാർട്ടിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ത്രോട്ട്, തേർഡ് ഐ ആൻഡ് ക്രൗൺ ചക്ര ആണ് മെയിനായിട്ട് വരുന്നത്. ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. ക്വീൻ ഓഫ് കപ്സ് എന്താണ് ബേസിക്കലി? ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ അറ്റാച്ച്മെൻറ്റ്സ്, സ്പിരിച്വൽ അവേക്കനിങ്സ്, സ്പിരിച്വലി നിങ്ങൾ എത്ര ഇൻട്യൂൺ ആണ്. ഓക്കെ, സ്പിരിച്വലി നിങ്ങൾ എത്ര ഫെയ്ത്ത് ഉള്ളവരാണ്, അതാണ് ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ ചക്ര പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, റൈറ്റ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എത്ര നിങ്ങൾ വളർത്തുന്നോ. വിത്ത് ദ ക്വീൻ ഓഫ് കപ്സ് നിങ്ങളുടെ ക്ലാരിറ്റി അത്രയധികം വളരുന്നതാണ്. എവിടെയോ ക്ലാരിറ്റി കുറവ് ഓക്കെ കാണുന്നുണ്ട്. ഏതൊരു കാര്യം വരുമ്പോഴും നിങ്ങൾക്കൊരു ടെൻഷൻ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, അല്ലെ പല ഓപ്ഷൻസ് വരും. ഏത് ഓപ്ഷൻസ് ഏറ്റെടുക്കണം എന്നത് അറിയാതെ പോകുന്നുണ്ട്. ഓൾറൈറ്റ്, അതിനാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളർത്തൂ എന്ന് പറയുന്നത്. തേർഡ് ഐ ചക്ര ആൻഡ് ക്രൗൺ ചക്ര നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. എവിടെയോ നിങ്ങളുടെ സ്പീച്ച്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും യിൻ യാൻ ബാലൻസ് ആണ് കാണിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതും യിൻ യാൻ ബാലൻസ് ആണ്, ഇതും യിൻ യാൻ ബാലൻസ് ആണ്. ഫയർ ആൻഡ് വാട്ടർ, നിങ്ങളുടെ സേക്രൽ ആസ് വെൽ ആസ് സോലാർ പ്ലെക്സസ് ചക്ര ബാലൻസിങ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ
നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആൻഡ് ക്രൗൺ ചക്ര ബാലൻസ് ആകുമ്പോൾ നിങ്ങളുടെ ത്രോട്ട് ചക്ര ബാലൻസ് ആവും. ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ പറയുമ്പോൾ വാട്ട് വി സേ ഈ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാതെ വരുന്ന അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ സംഭവിക്കുക, അല്ലെങ്കിൽ പകുതി പറയുക പകുതി പറയാതിരിക്കുക, അങ്ങനെ സംഭവിക്കുന്ന പ്രേക്ഷകരുണ്ട് ഈ ഗ്രൂപ്പിൽ. ഓക്കെ, സോ അത് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ ആൻഡ് ക്രൗൺ ചക്ര ബാലൻസ് ആകണം. ഓക്കെ, എവിടെയോ നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ സെൽഫ് വർത്തുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് പല സിറ്റുവേഷൻസ്, പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, പല ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തരേണ്ട വില അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷങ്ങൾക്കല്ല മറ്റ് ആൾക്കാരുടെ സന്തോഷങ്ങൾക്ക് വില കൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അത് എങ്ങനെയോ നിങ്ങളുടെ സ്പീച്ച്, ദാറ്റ് ഈസ് സത്യം പറയാനുള്ള കഴിവിനെ അമർത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഇത് വളർത്തു, ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇത് വളർത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ത്രോട്ട് ചക്ര ഹീലാകാൻ തുടങ്ങും. അതുപോലെ തന്നെ കുഞ്ഞുനാളിലെ പല അനുഭവങ്ങളും കൂടി നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ചെറുപ്രായത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അത് നിങ്ങളുടെ തെറ്റല്ല. ഓക്കെ, എന്ത് സംഭവിച്ചോട്ടെ അത് നിങ്ങളുടെ തെറ്റല്ല. ഈവൻ നിങ്ങളുടെ ഒരു 5 വർഷം മുമ്പ് വരെ സംഭവിച്ച കാര്യങ്ങളും നിങ്ങളുടെ തെറ്റല്ല. ബിക്കോസ് ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇൻ്റലിജൻസ്, ആ ഒരു ബുദ്ധി, ആ ഒരു വിവേകം, ആ വിവരത്തിലാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. ആ വിവരമല്ലായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ഓക്കെ, സോ ആ സമയത്തെ വിവരത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ ഇപ്പോൾ ഈ സമയത്തുള്ള വിവരത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. സോ അന്ന് എന്ത് സംഭവിച്ചു അതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠമായിരുന്നു എന്നത് മനസ്സിലാക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങളുടെ കുഞ്ഞുനാളിലുള്ള പ്രശ്നങ്ങൾ, ഓക്കെ, സോ കുഞ്ഞുനാളിൽ എന്ത് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിട്ടു അതൊരിക്കലും നിങ്ങളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലായിരുന്നു എന്നത് മനസ്സിലാക്കുക. ഇറ്റ് വാസ് നോട്ട് യുവർ ഫോൾട്ട്. ഓക്കെ, നിങ്ങളുടെ ഫോൾട്ട് അല്ലായിരുന്നു എന്നത് നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. സോ എപ്പോൾ നിങ്ങൾക്ക് ഈ ബാലൻസ്, യിൻ ആൻഡ് ബാലൻസും കൂടി, ദാറ്റ് ഈസ് നിങ്ങളുടെ സന്തോഷങ്ങളും അതുപോലെ നിങ്ങളുടെ ആത്മാർത്ഥത അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി, ഓക്കെ, അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, ഓക്കെ, അവിടെ ബാലൻസ് വന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹോൾ ചക്ര, ദാറ്റ് ഈസ് ഹാർട്ട് ചക്ര ടു ക്രൗൺ ചക്ര വരെ നിങ്ങളുടെ ബാലൻസിൽ വന്ന് തുടങ്ങുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ടാരോ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹാങ്മാൻ, സിക്സ് ഓഫ് സ്വോർഡ്സ്. യെസ്, ഒരു വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങൂ, സോ ദാറ്റ് ഈ ഹീലിംഗ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, ഈ ഒരു ട്രാൻസിഷൻ പീരീഡ്, ദാറ്റ് ഈസ് നിങ്ങൾ ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്, ഈ രണ്ട് ബാലൻസിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഈ സന്തോഷം നിൽക്കുന്നത്. ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നിന്ന് വെളിയിലിറങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ശ്രമിക്കുമ്പോഴത്തേക്കിന് അതിന് നിങ്ങൾക്ക് പുതിയ രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്, പുതിയ പേഴ്സ്പെക്റ്റീവ്, ദാറ്റ് ഈസ് ആ ഒരു സംഭവം നടന്നു, എന്തുകൊണ്ട് നടന്നു, അതിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാൻ കിട്ടി എന്ന് നിങ്ങൾ ആലോചിച്ച് കഴിയുമ്പോൾ ഈ ട്രാൻസിഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. സോ ഏറെ എൻസൈറ്റി ഉള്ള ഗ്രൂപ്പാണ്. ഓക്കെ, വളരെ എൻസൈറ്റി, ഒരു റെസിസ്റ്റൻസ്. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് എപ്പോഴും കൂടെയുള്ള വ്യക്തികളാണ്. 8 ഓഫ് കപ്സ്. യെസ്, നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് വിടേണ്ടി വന്നിട്ടുണ്ടാകാം. ഈവൻ തോ നിങ്ങളത് സന്തോഷത്തോടെ അല്ല വിട്ടത്, പക്ഷേ അത് നിങ്ങളുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഒരു ഭാഗമായിരുന്നു. അത് മനസ്സിലാക്കുക. ജസ്റ്റിസ്. സി, എന്ത് നടന്നു പണ്ട്, ഓക്കെ, അതൊരു ഭാഗമായിരുന്നു ജസ്റ്റിസിന്. ആ ജസ്റ്റിസ് നിങ്ങൾക്കല്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ ത്രൂ വേറെ ആർക്കോ ഡ്യൂ ആയിരുന്ന ഒരു ജസ്റ്റിസാണ് അന്ന് നടന്നത്. ആൻഡ് ഇനിയും നടക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ജസ്റ്റിസാണ്.
ഓക്കെ. സോ പേടിക്കാതിരിക്കുക, എളുപ്പത്തിൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. 4 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ വർധനവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ. 4 ഓഫ് പെൻറ്റിക്കിൾസ് സ്റ്റെബിലിറ്റി വർധനം മാത്രമല്ല, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരും നിങ്ങളുടെ കൂടെ വന്ന് ചേരുന്ന ഒരു കാർഡും കൂടിയാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതിനെ മനസ്സിലാക്കി നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവർ വരുന്നതാണ്. 8 ഓഫ് സ്വോർഡ്സ്, ഡെഫിനറ്റ്ലി ടെൻഷൻ, ഓക്കെ, ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഏറെയുണ്ട്. ഓഫ് കോഴ്സ് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ബിക്കോസ് ഓഫ് അനുഭവങ്ങളാണ്. ഫുൾ കാർഡ്, യെസ്, ഇതിൽ നിന്ന് വെളിയിലിറങ്ങും. ഓക്കെ. ഈ ഒരു ടെൻഷൻ, എൻസൈറ്റി, ഓവർ തിങ്കിങ് അങ്ങനെ നടക്കും, ഇങ്ങനെ നടന്നിരുന്നു, ദാറ്റ്സ് ഓക്കെ, അത് നടന്നിരുന്നു. ബട്ട് ഇപ്പോൾ പുതിയ തുടക്കമാണ്, പുതിയ തുടക്കത്തിലേക്ക് വരൂ എന്നതാണ് പറയുന്നത്. ഓക്കെ. ഏസ് ഓഫ് വാൻഡ്സ്, സി നിങ്ങളെപ്പോൾ ഈ ഒരു ഘട്ടത്തെ വിട്ട് കഴിയുമ്പോൾ, പാസ്റ്റിലേക്ക് വിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ തുടക്കമാണ്. ആൻഡ് ഈ പുതിയ തുടക്കം നിങ്ങൾക്ക് പുതിയ ആൾക്കാർ, പുതിയ രീതികൾ, പുതിയ സ്ഥലങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ. ഓസം. വൺ മോർ കാർഡ്. 4 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കൊരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓക്കെ. അതേത് രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ. ഇഫ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആണ് വേണ്ടത്, ഫ്രണ്ട്സ് വരും. ഇഫ് നിങ്ങൾക്ക് ഒരു നല്ല സോഴ്സ് ഓഫ് ഇൻകം ആണ് വേണ്ടെങ്കിൽ അത് വരും. നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി എന്താണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹമാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത്. ഓക്കെ. സോ ഒരു അഫർമേഷൻ കാർഡും കൂടി എടുക്കാം. ലെറ്റ്സ് സീ. Affirmation for group 1 who chose Queen of Cups. To travel further on my path of personal growth, I call upon my spiritual running buddies for help. ഈ ഒരു ട്രാൻസിഷനിൽ നിന്ന് വെളിയിലിറങ്ങാനായിട്ട്, ഇഫ് നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട്, എന്തുകൊണ്ടാണ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്, നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന ദൈവം, ദേവി, അവരെ വിളിക്കൂ. ഓർ സിംപ്ലി അവരുടെ ഫോട്ടോ എടുക്കുക ആൻഡ് നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. ഓക്കെ. ബഹുമാനത്തോടെ പറയുക. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുന്ന സമാധാനം ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന പല ഓപ്പർച്യൂണിറ്റീസ്, പുതിയ വഴിത്തിരിവുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ ഗായ്സ്, സോ ഇതാണ് നിങ്ങളുടെ ചക്ര നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഫോർ ലൈക്കിംഗ് ആൻഡ് ഷെയറിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഫ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഡെയിലി മെസ്സേജസ് എക്സെപ്റ്റ് സൺഡേ എല്ലാ ദിവസവും മെസ്സേജസ് ഇടുന്നുണ്ട് എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ടാരോയിലും ആൻഡ് എൻലൈറ്റൻ എൻചാർട്ടഡ് ടാരോയിലും ഞാൻ ഡെയിലി ഷോർട്സ് ഇടാറുണ്ട്. എക്സെപ്റ്റ് സൺഡേസ് നിങ്ങൾക്ക് ഷോർട്സ് ലഭിക്കില്ല. ഓക്കെ. സോ കാണാൻ മറക്കരുത്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് 3 ഓഫ് സ്വേർഡ്സ് ആണ്. സോ ഇത് തിരിച്ചു വെക്കുകയാണ്. സോ വിൽ സി എന്താണ് ഗ്രൂപ്പ് 2 പ്രേക്ഷകർക്ക് ചക്ര പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷകരുടെ ചക്രാസ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? സെൽഫ് മാസ്റ്ററി, ഓസം. ക്ലേ, Mother Earth, psychic development. Okay. ഗ്രൂപ്പ് 2 പ്രേക്ഷകർ ചൂസ് ചെയ്തത് 3 ഓഫ് സ്വേർഡ്സ് ആണ്. സോ ഏറെ ഹേർട്ട്, ഓക്കെ, ഏറെ വിഷമങ്ങൾ, ഏറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ. വിശ്വാസവഞ്ചന, ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട്. ഇതെന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? സെൽഫ് മാസ്റ്ററിയാണ്. ഇഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ
ഈ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നടന്നു ആയിരിക്കാം നിങ്ങൾ 7 ചക്ര അല്ലെങ്കിൽ ചക്ര എന്താണ്, ചക്ര ബാലൻസിങ് എന്താണ്, സ്പിരിച്വൽ റെലം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. ഓക്കെ, സോ ഈ ഒരു യുനോ നിങ്ങളുടെ ചക്ര ഗ്രൂപ്പ് പറയുന്നത് എന്താണ്, ദാറ്റ് നിങ്ങൾ മാസ്റ്ററി ചെയ്യൂ, നിങ്ങളുടെ എല്ലാ ചക്രാസിനെയും മാസ്റ്റർ ചെയ്യൂ. ഓൾറെഡി നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺസ് നിങ്ങൾ ഈ നിങ്ങളുടെ ചക്രാസ് മാസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പല ഗിഫ്റ്റ്സ് ആണ് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. സൈക്കിക് ഗിഫ്റ്റ്സ് ഉള്ളവരാണ് നിങ്ങൾ. ഓക്കെ, സോ നിങ്ങളുടെ സൈക്കിക് ഗിഫ്റ്റ്സ് ആണ് വളരാൻ പോകുന്നത്. ഇൻറ്റ്യൂഷൻ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. ബട്ട് ഇൻറ്റ്യൂഷൻ കൂടാതെ തന്നെ പല സൈക്കിക് ഗിഫ്റ്റ്സ് ഉണ്ട്. ഓക്കെ, ആ ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വൺസ് നിങ്ങളുടെ 7 ചക്ര ബാലൻസ് ആയി കഴിയുമ്പോൾ ഈ ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് 1 by 1 നൽകുന്നതാണ്. ഓക്കെ, സോ അതിനു വേണ്ടി ആദ്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇൻ ദ സെൻസ് ഹാർട്ട് ബ്രേക്ക്, വിഷമങ്ങൾ, ഇമോഷണൽ ബ്ലോക്കേജസ്, ബാഗേജസ്, ഇതിൽ നിന്ന് വെളിയിലിറങ്ങാൻ ഏറെ കളിക്കൂ എന്ന് പറയുമ്പോൾ എൻജോയ്മെൻറ്റിന് പ്രിഫറൻസ് കൊടുക്കൂ. വെളിയിൽ പോകുക, പാർക്കിൽ പോകുക, കോമഡി വീഡിയോസ് കാണുക, കോമഡി ഫിലിംസ് കാണുക, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് അധികം ടൈം ചെലവാക്കുക. ഓർ മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ. സോ അതാണ് പറയുന്നത്. ഇൻഫാക്ട് സ്വിമ്മിംഗ് ഒക്കെ ചെയ്യുന്ന പ്രേക്ഷകരാണെങ്കിൽ ഗോ ഫോർ സ്വിമ്മിങ്. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഡോൾഫിൻ ഫിഗർ വീട്ടിലുള്ളവർക്ക് ഡോൾഫിൻ കയ്യിൽ വെച്ച്, ഓക്കെ, കയ്യിലിങ്ങനെ എടുത്ത് പിടിച്ച് നിങ്ങൾക്ക് ഡോൾഫിനെ നോക്കുമ്പോഴും ഏറെ ആശ്വാസം കിട്ടുന്നതാണ്. ബിക്കോസ് അവർ ലവിങ് ക്രീച്ചേഴ്സ് ആണ്. ഓക്കെ, അവരുടെ പ്ലേഫുൾനെസ് ആണ് നിങ്ങളുടെ മൈൻഡിൽ വരാൻ പോകുന്നത്. ഗ്രൗണ്ട് ആകാനാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഏറെ മറ്റുള്ളവരുടെ എനർജീസ് എടുക്കുന്നവരാണ്. സോ ഐ ഫീൽ ഈ ഗ്രൂപ്പിലുള്ളവർ എംപാത്സ് ആണ്. ദാറ്റ് ഈസ് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രേക്ഷകരാണ്, വളരെ ഇമോഷണൽ പ്രേക്ഷകരാണ്. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോഴേ നിങ്ങൾക്കും വിഷമം ആയി തുടങ്ങും. ആ ഒരു ഗ്രൂപ്പിലെ പ്രേക്ഷകരാണ്. അതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്, മറ്റ് ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വിഷമങ്ങളാണെങ്കിലും അത് കേൾക്കുമ്പോൾ തന്നെ അതും നിങ്ങളുടെ ലൈഫിൽ വരവേൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗ്രൗണ്ട് ചെയ്യുക, മറ്റുള്ളവരുടെ എനർജി മാറ്റുക, നിങ്ങളുടെ എനർജി സേഫായി വെക്കുക. ഓക്കെ, സൈക്കിക് ഡെവലപ്മെൻറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഏറെ സൈക്കിക് എബിലിറ്റീസ് ഉള്ളതാണ്, ഏറെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഉള്ളതാണ്. ചില പ്രേക്ഷകർക്ക് അവരുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് അറിയാം. ഓക്കെ, ചില പ്രേക്ഷകർ ഇനിയും അറിയാനുണ്ട്, ചില പ്രേക്ഷകർക്ക് ഇനിയും വളർത്താനുണ്ട് അവരുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. ഓക്കെ, സോ അത് നോക്കുക. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബോൾ നോക്കി പ്രഡിക്ഷൻസ് ചെയ്യുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഇത്രയും കൂടി ഡെവലപ്പ് ചെയ്യൂ നിങ്ങളുടെ ഈ ഒരു എബിലിറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. സോ ലെറ്റ്സ് സീ എന്താണ് ടാരോ കാർഡ്സ് പറയുന്നത്. Okay, I felt 6 of Pentacles. ബാലൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, കൊടുക്കുന്നതും വാങ്ങുന്നതിലും ബാലൻസ്. ഇവിടെ എന്താണ് കൊടുക്കുന്നത്, എനർജി. ഓക്കെ, നിങ്ങൾ എത്ര എനർജി മറ്റൊരാളുടെ വിഷമം കേൾക്കാൻ നിങ്ങൾ ഇരിക്കുന്നു, എത്ര എനർജി നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങളുടെ വിഷമം കേൾക്കാൻ ആ ഒരു വ്യക്തി അവൈലബിൾ ആണോ എന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലെ പ്രേക്ഷകർ, നിങ്ങൾക്ക് പല ആൾക്കാരുടെ ഫോൺസ് വരും. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടെങ്കിൽ അവരുടനെ നിങ്ങളെ വിളിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ വിഷമങ്ങൾ അവർ ഏറ്റവും ലാസ്റ്റിലായിരിക്കും അന്വേഷിക്കുന്നത്. പക്ഷേ അവരുടെ വിഷമങ്ങൾ മൊത്തം നിങ്ങളോട് വന്ന് പറയും. ബിക്കോസ് നിങ്ങൾ അത്രയ്ക്ക് ഡിവൈൻ സപ്പോർട്ടാണ്. ജസ്റ്റ് അവരുടെ വിഷമം കേൾക്കുമ്പോഴത്തേക്കിന് അവർക്ക് വളരെ സമാധാനമാണ്. പക്ഷേ അതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്, നിങ്ങളുടെ എനർജി ഏറെ ഊറ്റിപ്പോവാണ്. സോ അവിടെ ബാലൻസ് വെക്കൂ. ഓക്കെ എന്നാണ് പറയുന്നത്. മൂൺ കാർഡ്. ചില ആൾക്കാർക്ക് അതറിയാം ദാറ്റ് നിങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അത് യൂട്ടിലൈസ് ചെയ്യാനും കൂടിയാണ് ആൾക്കാർ വരുന്നത്. ദാറ്റ് ഈസ് അവരുടെ എല്ലാ ബാഗേജസ് നിങ്ങളുടെ മണ്ടിക്ക് ഇട്ടിട്ട് അവർ ഫ്രീ ആകുകയാണ്. ഓക്കെ, എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അവരുടെ വിഷമങ്ങളെല്ലാം നിങ്ങളെ കേൾപ്പിച്ചിട്ട് അവർ സമാധാനത്തെ കിടന്നുറങ്ങും. ആൻഡ് ഈ വിഷമങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങളത് വിഷമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്ന അവരുടെ എനർജി നിങ്ങളുടെ മേലിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുവാണ്. അവർക്കറിയാം നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാണ്. സോ be careful with that energy.
എപ്പോഴൊക്കെ അങ്ങനത്തെ ആൾക്കാർ വരുന്നു, നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോഴും കട്ട് ക്യാൻസൽ റിലീസ് പറഞ്ഞുകൊണ്ടിരിക്കുക. മജീഷ്യൻ കാർഡാണ്. നിങ്ങൾക്ക് നല്ല കഴിവുള്ളവരാണ്. ഓക്കെ, നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് വളരെ ഈസിയാണ്. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ പലരും പറയും ഞങ്ങൾക്ക് അങ്ങനത്തെ എബിലിറ്റി ഇല്ല എന്ന് പറയും. പക്ഷെ നോ, ആ എബിലിറ്റീസ് നിങ്ങൾക്കുണ്ട്. വൺസ് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് ഡെവലപ്പ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഈ എബിലിറ്റീസും തന്നെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ബിക്കോസ് പല എനർജീസ് എഗെയിൻസ്റ്റ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, സോ വളരെയധികം മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചിന്തിക്കുക, മറ്റാൾക്കാരുടെ വിഷമങ്ങൾ ചിന്തിക്കാതിരിക്കുക. 8 ഓഫ് സ്വേർഡ്സ്. ഈ മറ്റാൾക്കാരുടെ ഇമോഷൻസ് നിങ്ങളെ ഏറെ ബന്ധിപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്രീഡം ആണ് മാറ്റി എടുക്കുന്നത്. സോ അത് അനുവദിക്കാതിരിക്കുക. നൈറ്റ് ഓഫ് സ്വേർഡ്സ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കും ആരെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത്. മൈ ബി ഈ ഒരു വീഡിയോ ആയിരിക്കാം നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമായിരിക്കാം, പക്ഷേ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ ആയിരിക്കാം. നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് അത് സത്യമാണ് എന്നുള്ളത്. ഓക്കെ, 7 of swords. Okay, let's see. 3 of pentacles. See, പല ആൾക്കാരോടും നിങ്ങളുടെ പ്രൊഫഷൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. എല്ലാവരോടും സംസാരിക്കേണ്ട ഒരു പ്രൊഫഷൻ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഫഷൻ ആയിരിക്കാം. ബട്ട് ഹാവ് ടാക്ടിക്സ്. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കൂ. ബൗണ്ടറി വെക്കേണ്ടടുത്ത് ബൗണ്ടറി വെക്കൂ. എങ്ങനത്തെ ആൾക്കാരോട് ഇടപെട്ടാൽ നിങ്ങളുടെ എനർജി നല്ലതായിരിക്കും, എങ്ങനത്തെ ആൾക്കാരോട് ഇടപെട്ടാൽ എനർജി നല്ലതല്ലായിരിക്കും എന്നത് ശ്രദ്ധിക്കൂ. ആൻഡ് ഏറെ ആൾക്കാരോട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നിലയും അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ലെവൽ ടൈറ്റ് ആക്കി വെക്കാൻ, നിങ്ങളുടെ ഓറ പ്രൊട്ടക്റ്റ് ആക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഓറ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. സെയിൽസ് ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഫൗണ്ടേഷൻ ആണ് ഇവിടെ ചക്ര സംസാരിക്കുന്നത്. നിങ്ങളുടെ ചക്ര പറയുന്നത് നിങ്ങളുടെ ഫൗണ്ടേഷനിൽ ശ്രദ്ധിക്കൂ. ഏറെ നിങ്ങളുടെ അതേ നേച്ചറിലുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികമായിക്കോട്ടെ, നിങ്ങളുടെ ആസ് എ പേഴ്സൺ ഒരു സുരക്ഷിത, ആ സുരക്ഷിതയെ ഉറപ്പ് വരുത്തൂ എന്നാണ് ഇവിടെ പറയുന്നത്. വൺ മോർ കാർഡ്. ഐ ജസ്റ്റ് ടോൾഡ് യു. ഓക്കെ, നിങ്ങളുടെ ഫൗണ്ടേഷൻ, നിങ്ങളുടെ സന്തോഷം എന്താണ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഫാമിലി ഓർ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ബിസിനസ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യൂ. അതിന് വേണ്ടിയിട്ടുള്ള ബൗണ്ടറീസ് വെക്കൂ ആൻഡ് ആലോചിച്ചിട്ട് പ്രവർത്തിക്കൂ. സോ നിങ്ങളുടെ ചക്ര പറയുന്നത് കൂടുതലും യെല്ലോ ആണ് എനിക്ക് കൂടുതലും ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ സോലാർ പ്ലെക്സസ് ചക്രയാണ് നിങ്ങൾ ഇത്രയും കൂടി വർദ്ധിപ്പിക്കാനിരിക്കേണ്ടത്. ദാറ്റ് മീൻസ് നിങ്ങൾ നോ പറയുന്ന പ്രേക്ഷകരല്ല. ഈവൻ ഇഫ് നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ പോലും നിങ്ങൾ നോ പറയാറില്ല. സോ സ്റ്റാർട്ട് സെയിങ് നോ. ഓക്കെ, ഈവൻ എനിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ബട്ട് ഞാനും പഠിക്കുകയാണ്. സോ നിങ്ങളും പഠിക്കുക. ഓക്കെ, സോ ഒരു അഫർമേഷൻ എടുക്കാം. ഓക്കെ, 2 വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. മൈ പ്രസൻസ് ഈസ് മൈ പവർ. എഗെയിൻ നിങ്ങളുടെ സോലാർ പ്ലെക്സസ് ചക്രയാണ് പറയുന്നത്. പവർ, നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ അതോറിറ്റി എന്താണ് അതിൽ ശ്രദ്ധിക്കുക. ഐ ബിഗിൻ മൈ ഡേ വിത്ത് ലവ്. സ്നേഹത്തിൽ ഓക്കെ നോ പറയുക. ഞാൻ പറഞ്ഞു സ്നേഹത്തിൽ നോ പറയാം. ഓക്കെ, എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. ഓക്കെ, ആസ് വെൽ ആസ് ആര് വിഷമങ്ങൾ കൊണ്ട് വന്നാലും കേൾക്കുക. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ക്യാൻസൽ റിലീസ് പറയുക. ഓക്കെ, ആൻഡ് നിങ്ങളിൽ സന്തോഷം വെക്കുക, നിങ്ങളിൽ സംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അന്നേരമേ നിങ്ങളുടെ ഓറ, നിങ്ങളുടെ എനർജി ഫീൽഡിനെ ഇൻടാക്റ്റായി പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ ഗായ്സ്, ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ലൈക്കിങ്, ഷെയറിങ് ആൻഡ് സബ്സ്ക്രൈബിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് വെൽ എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഡെയിലി മെസ്സേജസ് അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്.
എങ്ങനെയായിരിക്കും ഒരു ദിവസം എന്നറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ചാനൽ കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആ ഒരു ചാനലിലും ആൻഡ് എൻലൈറ്റൻ എൻചാന്റഡ് ടാരോ ചാനലിലും ഞാൻ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് സൺഡേ. സോ കണ്ടു നോക്കുക. ആൻഡ് സ്വിച്ച് വേർഡ് പ്ലേലിസ്റ്റും തന്നിട്ടുണ്ട്. സോ അതും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.